സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യം വരിക, എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല മാർക്ക് നമുക്ക് നേടാനും കഴിയും. അതോടൊപ്പം തന്നെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. മുഴുവനായി തന്നെ കാണുക. നമുക്ക് പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്ന ചോദ്യമാണ്. 6 ചോദ്യങ്ങൾ അതിലുണ്ട്. അതിൻ്റെ ഉത്തരം ഇടതുഭാഗത്തുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തത് സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഏതാണ്? പ്രപഞ്ചം. അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രകൃതിയും ആകാശവും ഗോളവും അതുപോലെ തന്നെ ഉപഗോളവും എല്ലാം ഉൾപ്പെട്ട, അള്ളാഹു അല്ലാത്ത സർവ്വതും ഉൾപ്പെട്ടതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. രണ്ടാമത്തത് അള്ളാഹു പൊറുക്കാത്ത മഹാപാപം, അള്ളാഹു പുറത്തു തരില്ല. ഏതാണത്? ഷിർക്കാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിനെ പോലെ കഴിവുള്ള വേറെ ആളുണ്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യേണ്ട നമ്മൾ മറ്റുള്ള ബിംബങ്ങളുടെ മുമ്പിലോ മറ്റേതെങ്കിലും വസ്തുക്കളുടെ മുമ്പിലോ സുജൂദ് ചെയ്യുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ്. അത് ഷിർക്കാണ്, മഹാപാപമാണ്, പുറത്തു തരാത്തതാണ്. ഇനി മൂന്നാമത്തത് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുക. മറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ അവിടെ പോയത്, ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിരുന്നു. ആ കോഴിക്കോട് പോയത് ഞാനൊരു വലിയൻ്റെ അടുത്തെത്തുമ്പോൾ ആ വലിയ ഇന്നലെ എന്താ കോഴിക്കോട് പോയത്? ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ അവരതറിഞ്ഞു? അത് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തതാണ്. അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. അതാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെടുന്നവർക്ക് ഇട്ടുകൊടുക്കുന്നത്. അതിനെന്താ പറയുക? ഗൈബ്. ഇനി നാലാമത്തത് ഷിർക്കിൻ്റെ ഗണത്തിൽ പെടാത്തതാണ് തവസ്സുൽ. തവസ്സുൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, ഏറ്റവും വലിയ ഇഷ്ടദാസന്മാരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുന്നു. പടച്ചോനെ, നീ ഒരുപാട് മഹത്വം കൊടുത്ത ആളുകളാണ് ബദരീങ്ങൾ, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ ദുആനെ ഒന്ന് നീ സ്വീകരിക്കണം. നമ്മൾ ദുആ ചെയ്യുന്നത് ബദരീങ്ങളോടാണോ? അല്ല, അള്ളാഹുവിനോടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ബദരീങ്ങളെ നമ്മൾ തവസ്സുലാക്കുകയാണ്, അവരെ ബർക്കത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു താല അത് പരിഗണിക്കും. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ വലിയൊരു VIP കാണാൻ വേണ്ടി പോവുകയാണ്. ആ VIP ആയിട്ട് നമുക്കൊരു ബന്ധവുമില്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. പക്ഷേ ആ VIPൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെയും ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിനെ വിളിച്ച് പറയും, മോനെ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, VIPനായിട്ടൊന്ന് പറയണേ. അപ്പോൾ കാരണം എന്താണ്? VIPൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ബദരീങ്ങൾ. അപ്പോൾ ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് പടച്ചോനെ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ അത് അള്ളാഹു കേൾക്കുന്നതിന് സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ പറയുന്ന തവസ്സുൽ. അത് ഷിർക്ക് ഗണത്തിൽ പെടില്ല, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് മഹാന്മാർക്ക് അള്ളാഹു തആല ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെ മുൻനിർത്തി നമ്മൾ ചോദിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ സിയാറത്തിന് പോകുമ്പോഴൊക്കെ നടക്കുന്നത്. അതല്ലാതെ മക്ബറയിലുള്ള ആളുകളോട് പോയിട്ട് പടച്ചോനെ ഈ മക്ബറയിൽ കിടക്കുന്ന ആളെ കാക്കണേ എന്ന് പറയുന്നില്ല നമ്മൾ. ഓക്കെ, ഇനി അടുത്തത് 5 നബിമാരിൽ നിന്ന് സംഭവിക്കുന്നവയാണ് മുഅ്ജിസത്ത്. നബിമാരിൽ നിന്ന് നടക്കുന്ന അത്ഭുതങ്ങൾക്ക് പറയുന്നത് എന്താണ്? മുഅ്ജിസത്താണ്. പിന്നെ ഔലിയാക്കളിൽ നിന്നാണെങ്കിലോ കറാമത്തും ആകും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ സ്വഹാബികൾ ഉപയോഗിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ബർക്കത്താണ്. നബിയുടെ മുടി, നബിയുടെ അതുപോലെ തന്നെ പൊട്ടിയ ചീർപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുമ്പോൾ കയ്യിലൂടെ ഒലിച്ചു വരുന്ന ബാക്കിയുള്ള വെള്ളം, ഇതൊക്കെ ഈ സ്വഹാബത്ത് എന്തിനു വേണ്ടിയാണ് ഇതിന് തിക്കും തിരക്കും കൂട്ടി അത് പിടിക്കാൻ വേണ്ടി നോക്കുന്നത്? അതറിയാം, ബറക്കത്താണ്. അതിൽ ബറക്കത്തുണ്ട്. കാരണം നബിക്ക് അള്ളാഹു അത്രയും ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ വരുന്നത് അതിന് പ്രത്യേകമായ ബറക്കത്തുണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, അതുകൊണ്ട് പാഠം നന്നായി വായിക്കുക. 1 ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു, പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫസദത്ത, എല്ലാം ഫസാദായി പോകും, എല്ലാം നാശത്തിലാകും.
കാരണം ഒരു ദൈവം ഇപ്പം മഴ വേണമെന്ന് പറയുമ്പോൾ അടുത്ത ദൈവം പറയും മഴ വേണ്ട. അങ്ങനെ ഒരാളിത് വേണം മറ്റാൾ വേണ്ട, രണ്ടും കൂടെ പ്രശ്നമാവും, ഫസാദാവും. അപ്പോൾ അതൊരിക്കലും നടക്കില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ദൈവമേ പറ്റൂ. രണ്ടാമത്തത്, ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പം നബി എന്ന കാരുണ്യമാണ് ലോകം സൃഷ്ടിക്കാൻ കാരണം. മൂന്നാമത്തത്, നബിമാർ ഒയ്ബ് അറിയുന്നത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് വഴിയും ഔലിയാക്കൾ അറിയുന്നത് കറാമത്ത് വഴിയുമാണ്. അപ്പോൾ നബിമാർക്ക് മുഅ്ജിസത്ത് വഴിയും ഔലിയാക്കൾക്ക് കറാമത്ത് വഴിയുമാണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ: കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അനാഥരോട് കരുണ കാണിക്കുക, ഇതര ജീവികളോട് ദയ കാണിക്കുക, രോഗികളെ സന്ദർശിക്കുക, വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളാണ്. മനസ്സിലാക്കി വെക്കുക. 3 നിർബന്ധമായും പഠിക്കുക, എളുപ്പമുള്ളതാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നബിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ നബിയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും, നബിയെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ നമ്മൾ പകർത്തും. നബി നടന്ന പോലെ നടക്കും, നബി ഇരുന്ന പോലെ ഇരിക്കും, നബി കടന്ന പോലെ കിടക്കും, നബി യാത്ര ചെയ്ത പോലെ, അങ്ങനെ ഓരോന്നിലും നബി ചെയ്ത പോലെ എടുക്കും. പിന്നെ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലും, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സലാമു ചൊല്ലും, അസ്സലാമു അലൈക യാ ഹബീബല്ലാ, അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം വർദ്ധിപ്പിക്കും. മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നബിയോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. മൂന്നാമത്തത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത മറഞ്ഞ കാര്യങ്ങൾ. എന്താണ് അറിയിച്ചു കൊടുത്തത്? കുട്ടിയെ ഉമ്മാക്ക് തിരിച്ചു ലഭിക്കുമെന്നും. കാരണം കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലിടുകയാണ്. നദിയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചു പോവോ? ഇല്ല, പോയി കഴിഞ്ഞാലും കുട്ടിയെ ഉമ്മാക്ക് തന്നെ കിട്ടും. പിന്നെ കുട്ടി പ്രവാചകനാകുമെന്നും മൂസാ നബിക്ക് അള്ളാഹു മറഞ്ഞ കാര്യമായി അറിയിച്ചു കൊടുത്തതാണ്. ഇനി 4-മത്തത്, ഉത്തരം എഴുതാം എന്ന പ്രധാന ചോദ്യങ്ങളാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചാൽ അൽഹംദുലില്ലാഹ്, താങ്ക്സോ, ആമീൻ എന്തെങ്കിലും ഒന്ന് അവസാനം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. 1-മത്തെ ചോദ്യം, അള്ളാഹു ഏകനാണ് ഏതിലെല്ലാം? അള്ളാഹു ഏതിലൊക്കെയാണ് ഏകൻ? ഒരുവൻ മാത്രമേ ഉള്ളൂ. ദാത്തിൽ അള്ളാഹുവിൻ്റെ ശരീരം പോലത്തെ ശരീരം ഒരാൾക്കുമില്ല, അതിൽ അള്ളാഹു ഒരുവനാണ്. സിഫാത്ത് അള്ളാഹുവിൻ്റെ വിശേഷണം പോലത്തെ വിശേഷണമുള്ള ഒരാളുമില്ല, അപ്പോൾ വിശേഷണത്തിലും അള്ളാഹു ഒരുവനാണ്. അഫ്ആൽ അള്ളാഹു ചെയ്യുന്ന പ്രവൃത്തി പോലെ ചെയ്യാൻ കഴിയുന്ന ഒരാളുമില്ല, അപ്പോൾ ദാത്തിൽ അള്ളാഹുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലെയല്ല. അതെങ്ങനെയാണ്? ശരീരം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹു ഒരുവനാണ്, പകരക്കാരൻ വേറെയില്ല. 2, സർപ്പത്തിൻ്റെ കടിയേറ്റിട്ടും സിദ്ദീഖ് റളിയല്ലാഹു കാൽ അനക്കിയില്ല. കാരണമെന്ത്? നബിയും സിദ്ദീഖ് റളിയല്ലാഹുനും ആരും കാണാതെ ഹിജ്റ പോവുകയാണ്. പോകുന്ന സമയത്താണ് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. അവിടെയുള്ള മാളത്തിൽ നിന്നുള്ള പാമ്പ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആഞ്ഞുകൊത്തി കാലുകൊണ്ട് അമർത്തി പിടിക്കുകയാണ്. എടുത്തില്ല. കാരണം സ്വന്തം ജീവനേക്കാൾ ഏറെ നബി തങ്ങളെ സ്നേഹിച്ചതായിരുന്നു അതിൻ്റെ കാരണം. സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ നബിയെ സ്നേഹിച്ചതാണ്. ഇനി 3-മത്തത്, നെഹാവന്തിയിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ നായകനോട് ഉമർ റളിയല്ലാഹു എന്താണ് പറഞ്ഞത്? നായകനാരാണ്? സാരിയാണ്. പറഞ്ഞതാരാണ്? ഉമർ റളിയല്ലാഹു ആണ്. എവിടെയാണ്? പേർഷ്യയിലെ നെഹാവന്തിലാണ് യുദ്ധം നടക്കുന്നത്. എന്താ പറഞ്ഞത്? യാ സാരിയ, ഓ സാരിയ, അൽ ജബൽ പർവ്വതത്തിൻ്റെ ബാക്കിൽ നിന്ന് ശത്രുക്കളുടെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോ. എവിടുന്നാണ് പറയുന്നത്? മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് അങ്ങ് പേർഷ്യയിലുള്ള നെഹാവന്തിലേക്ക് വൈബായിട്ട് കറാമത്തായിട്ട് ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് കറാമത്ത്. 4-മത്തത്, ഈമാൻ വർദ്ധിക്കാനും ഹൃദയം ശുദ്ധി ഉണ്ടാകാനും കാരണമാകും എന്ത്? സ്വഹാബികളോടുള്ള സ്നേഹവും സഹവാസവും. 5, ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് ശേഖരിച്ചിരുന്ന സ്വഹാബി വനിതയാര്? നല്ല സുഗന്ധമായിരിക്കും ആ വിയർപ്പിന്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. ഇനി അടുത്തത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്ന്, ഇബാദത്ത് ആരാധന എന്ന് പറയുന്നത് എന്താണ്?
അങ്ങേ അറ്റത്തെ ആദരവും വിനയവുമാണ് നമ്മുടെ ആരാധനയിൽ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തല കൊണ്ടുപോയി നമ്മൾ നിലത്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങേ അറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്തിൽ വരുന്നത്. ഈ രണ്ട് ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളും പ്രാഥമിക ബുദ്ധിയും കൊണ്ട് അറിയാൻ കഴിയാത്ത മറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളും പ്രാഥമിക ബുദ്ധിയും കൊണ്ട് അറിയാൻ കഴിയാത്ത മറഞ്ഞ കാര്യങ്ങൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളെ പരിധിക്കപ്പുറത്താണ് അത് വരുന്നത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ഇട്ടുകൊടുക്കുന്നതായതുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ അത് കിട്ടില്ല. കാരണം അതിനുള്ള പവർ ഈ നമ്മുടെ ശരീരത്തിലില്ല. 3 ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ല, മറ്റാരുമില്ല. ഇനി അർത്ഥം എഴുതാം എന്നുള്ളത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവനായി അറിയില്ലെങ്കിൽ അതിലുള്ള വാക്കുകൾ നോക്കുക. വാക്കുകൾ നോക്കിയിട്ട് ഇതുപോലത്തെ എന്തോ ഒന്ന് പാടത്ത് പറഞ്ഞല്ലോ എന്ന് ഓർത്തെടുത്ത് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറിയുന്ന വേർഡുകളുടെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കുക, എന്നാലും കുറഞ്ഞ മാർക്ക് കിട്ടും. വൈദാ തവല്ല കാതു യക്തത്തിലൂന അല വലൂഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്താൽ ബാക്കി വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ പരസ്പരം മത്സരിക്കുമായിരുന്നു. ഒരു അടിപിടി വരെ നടക്കാൻ സാധ്യതയുണ്ടായി. അത്രയും ബർക്കത്ത് കിട്ടാൻ വേണ്ടി തിക്കും തിരക്കുമായിരുന്നു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക, പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നല്ലോണം പഠിക്കുക. 4 പാഠങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഹദീസിൻ്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. ഇനിയും നമുക്ക് നല്ല വീഡിയോ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.